കണ്ണിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ PT5 കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. രാവിലെയോടെ കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിൽ ഇറങ്ങിയ ആന പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഗോകുൽ VS ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ്. കണ്ണിന് പരിക്കേറ്റ ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? കൃഷിനാശം അടക്കമുള്ളവ വിശദ വിവരങ്ങൾ എന്താണ്? ഈ വനം വകുപ്പ് ഇടപെടുന്നുണ്ടോ ഈ ആനയെ കാട്ടിലേക്ക് തുരത്തി ഓടിക്കാൻ? ഇപ്പോൾ PT5 കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ്. ആനയെ കാട്ടിലേക്ക് കയറ്റാനാണ് വനം വകുപ്പ് ശ്രമിക്കുക. തെങ്ങ് ഉൾപ്പെടെ പല വസ്തുക്കളും ആനകൾ നശിപ്പിച്ചു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. രാവിലെയോടെയാണ് ഈ മേഖലയിൽ ആന എത്തിയത്. അതിനുശേഷം അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. PT5ന് ചികിത്സ അധികം വൈകാതെ തന്നെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. വയനാട് നിന്നും ദൗത്യ സംഘം എത്തി ആനയെ മയക്കുവെടി വെച്ച് ഇവിടെ വെച്ച് തന്നെ ചികിത്സിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ആന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. ആനയുടെ കണ്ണിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ നിൽക്കുന്ന ഈ പയറ്റുകാട് മേഖലയിലല്ല, മറിച്ച് മലമ്പുഴയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ വച്ച് ആനയെ പിടികൂടി ചികിത്സിക്കാനാണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ആനയെ ആ ദിശയിലേക്ക് വരും ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ വനം വകുപ്പ് എത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകൾ എത്തണം. ഇതെല്ലാം തന്നെ ഈ ഒരാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.